ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വേമ്പനാട്ട് കായലിലെ 11 കിലോമീറ്റർ ദൂരം നീന്തിക്കടന്ന് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. കോതമംഗലം കുത്തുകുഴി കിഴക്കേ മേക്കൽ വീട്ടിൽ സുരേന്ദ്രൻ്റെയും ദിവ്യ സുരേന്ദ്രൻ്റെയും മകനും കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ ആദിത്യൻ സുരേന്ദ്രനാണ് 1 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് വേമ്പനാട്ട് കായലിൻ്റെ 11 കിലോമീറ്റർ ദൂരം നീന്തിക്കടന്നത്. രാവിലെ 8:13 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽക്കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെ 11 കിലോമീറ്റർ ദൂരമാണ് ഈ 14 വയസ്സുകാരൻ നീന്തിക്കയറിയത്. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറിലായിരുന്നു പരിശീലനം. നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പനും ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ അൻസൽ എപിയും ചേർന്ന് നടത്തുന്ന 24ാമത്തെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡാണ് ആദിത്യൻ സുരേന്ദ്രൻ നീന്തിക്കയറിയത്. ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് 11 കിലോമീറ്റർ ദൂരം നീന്തി റെക്കോർഡ് നേടുന്നത്. ചേർത്തല കൂമ്പേൽക്കരിയിൽ ചേന്നമ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷിൻ്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാറിൻ്റെയും സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ ആദിത്യനെ അനുമോദിക്കുന്നതിനായി വൈക്കം ബീച്ച് ഗ്രൗണ്ടിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർമാൻ PT സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രയാസവും ആളുകളെ വളരെ അപകടകരവുമായ ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ കൊച്ചു മെഡിക്കൽ 14 വയസ്സുകാരനായ ഈ കൊച്ചു മെഡിക്കൽ കോതമംഗലത്തിൻ്റെ അഭിമാനകരമായി, നാളത്തെ കേരളത്തിന് അഭിമാനകരമായി, ഇന്ത്യക്ക് അഭിമാനകരമായി മാറുന്ന ഒരു വലിയ താരമായി തീർച്ചയായിട്ടും ഈ കൊച്ചുമോൻ മാറട്ടെ എന്ന് വൈക്കത്തെ പൗരാവലിയുടെയും കോതമംഗലത്തെ പ്രിയപ്പെട്ട ഈ കുട്ടിയെ സ്നേഹിക്കുന്ന ആ സ്കൂളിന്, ആ നാടിന് എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്, ഈ കുട്ടി ഇന്ത്യയുടെ താരമായി മാറുകയാണ്. ബേസിൽ സ്കൂൾ മാനേജർ ബാബു മാത്യു പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലത്തിന്റെ ഭാജനമായി മാറിയ ആദിത്യൻ സുരേന്ദ്രൻ നമ്മുടെ സ്കൂളിനോടടുത്തുള്ള കുത്തുകുഴിയിലെ കിഴക്കേ മേഖല സുരേന്ദ്രന്റെയും ദിവ്യയുടെയും മകനാണ്. ഞങ്ങളുടെ സ്കൂളിലെ ഇപ്പൊ ഇരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം, കാമാൻ പോയിട്ട് വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണിലുണ്ണിയുമാണ്. ഇത്രയും വലിയൊരു സംഭവം ഒരു ഗിന്നസ് ബുക്കില് ഇടം നേടുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന അദ്ദേഹത്തിന്റെ കോച്ച് ബിജു. കോതമംഗലത്തിന്റെ ചരിത്രത്തില് നീന്തലില് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഈ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ 11 മണിക്കൂർ ചുരുങ്ങിയ സമയം കൊണ്ട്, ഞങ്ങളൊക്കെ ധരിച്ച് ഇവിടെ 11 മണിയാകുമ്പോഴത്തേക്ക് എത്തുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ഈ റെക്കോർഡ് ഭേദിച്ചു എന്നുള്ളത് ഈ വൈക്കത്തിനും ഈ കോതമംഗലത്തിനും അഭിമാനകരമായ ഒരു സുദിനമാണെന്ന് വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ്, ബിന്ദു ഷാജി, സ്റ്റേഷൻ ഓഫീസർ ബിജു, മാർ ബേസിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, കോതമംഗലം വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ, വൈക്കം 10ാം വാർഡ് മെമ്പർ സുനിമോൾ, CN പ്രദീപ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഇപ്റ്റ വൈക്കത്തിൻ്റെ പ്രതിനിധി ലെനിൻ CP പങ്കെടുത്തു. ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നിന്നുള്ള 24ാമത്തെ നീന്തലിന് സാക്ഷ്യം വഹിക്കുവാൻ മാർ ബേസിൽ സ്കൂളിൽ നിന്നുള്ള ആദ്യത്തിൻ്റെ അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുത്തു. വിഷൻ ന്യൂസ് വൈക്കം.